Hello guys and welcome back to Best Car Picks. നമ്മുടെ ടോപ്പ് 10 വാഹനങ്ങളുടെ വീഡിയോയിൽ ഒരുപാട് പേര് ചില SUVസിൻ്റെ ഒക്കെ നമ്പർ ചോദിച്ചായിരുന്നു, ഇത് എത്ര വിറ്റു അതെത്ര വിറ്റു എന്നൊക്കെ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം, അതായത് ജാനുവരി 2025 ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 SUVs ആണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ XV3X ആണ്. ഈ വണ്ടി 300 ആയിരുന്ന സമയത്ത് വളരെ മോശം രീതിയിൽ കടന്നിരുന്ന സെയിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തായാലും 3X ആയപ്പോൾ തൊട്ട് സെയിലിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. കഴിഞ്ഞ മാസം 8454 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. 2024 ജാനുവരിയിൽ സെയിൽ അത്രയില്ലായിരുന്നു, 4817 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോഴേക്ക് വരുമ്പോഴേക്കും 3637 വാഹനങ്ങളുടെ വ്യത്യാസവും 75.5% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ലിസ്റ്റിൽ ടോട്ടൽ 5 വാഹനങ്ങൾക്കാണ് ഗ്രോത്ത് കാണാൻ പറ്റുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് XV3X. അതായത് ഇതിന് മുന്നേ 300 വരുന്ന സമയത്തൊക്കെ ഇതിന് ശരിക്കും 3000, 4000 ആ റേഞ്ചൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ ചില മാസങ്ങളിൽ 8000 അല്ലെങ്കിൽ മാക്സിമം 10,000 വരെയൊക്കെ സെയിൽ വന്നിരിക്കുന്നത്. നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. ഇനി അടുത്ത സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ ഒരുപാട് കാലമായിട്ട് ഇതുവരെ സെയിൽ പറയാത്ത ബൊലേറോ സീരീസ് ആണ്. ബൊലേറോ സീരീസ് എന്ന് പറയുമ്പോൾ ബൊലേറോ നിയോ, അതുപോലെ തന്നെ ബൊലേറോ നിയോ പ്ലസ്, പിന്നെ നമ്മുടെ നോർമൽ ബൊലേറോ പണ്ട് പോലെ വരുന്ന ആ ബൊലേറോ, എല്ലാത്തിനെയും സെയിൽ ഇതിന് ഇൻക്ലൂഡഡ് ആണ്. ഇതിനെല്ലാത്തിനും കൂടെ കഴിഞ്ഞ മാസം 8682 വാഹനങ്ങളുടെ ടോട്ടൽ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആണ്. 2024 ജാനുവരിയിൽ സെയിൽ ഇത്തിരി കൂടുതലായിരുന്നു. 9964 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. അതായത് 1282 വാഹനങ്ങളുടെ വ്യത്യാസവും 12.87% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈവൻ ദോ പെട്ടെന്ന് കാണുമ്പം അത്ര ഡീഗ്രോത്ത് റേറ്റ് ഒന്നും ഇല്ലല്ലോ, കുറവാണല്ലോ എന്ന് തോന്നുമെങ്കിലും മിക്ക വാഹനങ്ങൾക്ക് അത്യാവശ്യം സെയിലുള്ളതുകൊണ്ടും ഡീഗ്രോത്ത് റേറ്റ് അധികം വരാത്തത് കൊണ്ടും തന്നെ നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന വാഹനങ്ങളുടെ ലിസ്റ്റിൽ ഈ വണ്ടിയാണ് വരുന്നത്. സോ അതൊരു ചെറിയ പ്രശ്നമാണ്, ബട്ട് വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. വെന്യുവിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ഇനിയിപ്പോൾ വരേണ്ട സമയമായി. കാരണം സോണറ്റിനൊരു ഫേസ് ലിഫ്റ്റ് കിട്ടിയായിരുന്നു, അത് കഴിഞ്ഞ വർഷമാണ് വന്നത്. അതുപോലെ തന്നെ കിയവരുടെ പുതിയ സിറോസ് ഇറക്കി. ഇപ്പോൾ വെന്യൂ ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയി നിൽക്കുന്നൊരു സമയമാണ്. എന്തായാലും കഴിഞ്ഞ മാസം 11106 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. 2024 ജാനുവരിയിൽ 11831 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 725 വാഹനങ്ങളുടെ വ്യത്യാസവും 6.13% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറയുമ്പം ഡീഗ്രോത്ത് ആണെങ്കിലും ഇവിടെ അങ്ങനെ ഭയങ്കരമായ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിട്ടില്ല. ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് വെന്യൂ. പക്ഷേ ഇതിൻ്റെ നേരെ ഡബിളാണ്, ഏറ്റവും കൂടുതലാണെന്ന് പറയുന്നത് നമ്മുടെ ബൊലേറോയ്ക്ക് വന്നു. അതുകൊണ്ട് ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഏറ്റവും കൂടുതലെന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. ജസ്റ്റ് ഡീഗ്രോത്ത് ആസച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പം 7th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. ബാക്കി ഏതൊക്കെ വണ്ടി ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞാലും ഈ വണ്ടി ഔട്ട്ഡേറ്റഡ് ആയാലും ഇഷ്ടംപോലെ സെയിൽസ് ഇതിനിപ്പോഴും കിട്ടുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ സെയിൽ കുറയുന്നൊന്നുമില്ല. കഴിഞ്ഞ മാസം 14747 വാഹനങ്ങളുടെ സെയിൽ ഇതിന് ലഭിച്ചിട്ടുണ്ട്. 2024 ജാനുവരിയിലും നമുക്ക് 15303 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. വലിയ വ്യത്യാസമില്ല. ജസ്റ്റ് 556 വാഹനങ്ങളുടെ വ്യത്യാസവും 3.63% ഡീഗ്രോത്ത് റേറ്റും മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ബ്രസ. ഈ വണ്ടിക്ക് ഇപ്പോൾ പ്രത്യേകിച്ചൊരു കീ പോയിന്റ് എന്ന് പറയാൻ ഇതിൻ്റെ ഡിസൈൻ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോഴും കാണുമ്പം സബ്ഫോമീറ്റർ എല്ലാം തോന്നുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ, അതായത് ഒരു ഇത്തിരി ബോക്സി പ്രൊപ്പോർഷൻസ് ഒക്കെ ഉള്ളൊരു ഡിസൈനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ബാക്കി വണ്ടികളൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ട ക്രോസ് ഓവർ പോലെ തോന്നും. പക്ഷെ അത് മാത്രമേ ഇതിനൊരു ഹൈലൈറ്റ് ഉള്ളൂ. വേറെ ബാക്കി ഹൈലൈറ്റ്സ് എല്ലാം മറ്റ് ബ്രാൻഡ്സിനാണുള്ളത്. ഇനിയിപ്പം അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിൻ്റെ സെയിൽസ് ഇപ്പോൾ മിക്ക മാസങ്ങളിലും ബ്രസേക്കാളൊക്കെ മുന്നിൽ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ചില മാസങ്ങളിൽ ബലെനോയും ഓവർടേക്ക് ചെയ്ത് കയറാറുണ്ട്. അത് ഈ വാഹനത്തിൻ്റെ ആ ഒരു പ്രൈസിങ്ങും അതുപോലെ തന്നെ ഇത് ഓഫർ ചെയ്യുന്നൊരു കംഫർട്ടും, പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. ക്രോസ് ഓവർ ഫോം ഫാക്ടറാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം 15192 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. ബ്രസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമില്ല, 400-500 വണ്ടികളുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ എന്തായാലും ജാനുവരി 2024 നമുക്ക് 13643 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇതിന് കിട്ടിയിരുന്നത്. അതായത് 1549 വാഹനങ്ങളുടെ വ്യത്യാസവും 11.35% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മളിപ്പം ഈ ലിസ്റ്റിൽ ആസച്ച് എടുക്കാനാണെങ്കിൽ 4ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ആണ്. അത് അധികമില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല സെയിൽ. ഇനി അടുത്ത നമ്മുടെ 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ നെക്സോൺ EV, അതുപോലെ തന്നെ പെട്രോൾ, ഡീസൽ, CNG തുടങ്ങിയ എല്ലാത്തിനും കമ്പൈൻഡ് സെയിലാണ്. ഇതിന് കഴിഞ്ഞ മാസം 15397 വാഹനങ്ങളുടെ സെയിൽ ലഭിച്ചിട്ടുണ്ട്. എഗെയിൻ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സെയിലാണ്. 2024 ജാനുവരിയിൽ എന്തായാലും നല്ല സെയിൽ ഉണ്ടായിരുന്നു. 17182 വാഹനങ്ങൾ ആ സമയത്ത് ഒരു വിറ്റതാണ്. അതായത് 1785 വാഹനങ്ങളുടെ വ്യത്യാസവും 10.39% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള ഒരു വാഹനം കൂടിയാണ് നെക്സോൺ. പക്ഷേ ഈ വണ്ടിയെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം പഞ്ചാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സെയിൽ
കളഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് പഞ്ച് ഇ വിയും കൂടെ വന്നപ്പോഴേക്കും നെക്സോൺ ഇ വിയുടെ സെയിലും കുറഞ്ഞു. മറ്റത് ആൾക്കാർ ഒരുപാട് നെക്സോൺ ഇ വി വാങ്ങുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അതേ നമ്പറിലാണ് ആൾക്കാർ പഞ്ച് ഇ വി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും നെക്സോണിൻ്റെ സെയിലിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ 15,000 അത്ര മോശം നമ്പറൊന്നും അല്ല, അതാണ് വേറെ കാര്യം. ഇനി അടുത്ത നമ്മുടെ 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്കോർപിയോ സീരീസിൽ വരുന്ന വണ്ടികളാണ്. അതായത് സ്കോർപിയോ തന്നെ ക്ലാസിക്, ഈ രണ്ട് വാഹനങ്ങൾ. ഇതിനിപ്പം നമ്മൾ എപ്പോൾ നോക്കിയാലും സെയിൽ എങ്ങനെയായാലും ഒരു 12,000 to 15,000 ഇടയിലായിരിക്കും. 2024 ഡിസംബറിൽ സെയിൽ കുറവായിരുന്നു, 12,000 റേഞ്ച് ആയിരുന്നു. ശരി, ഇപ്പം 25 ജാനുവരിയിലേക്ക് വന്നപ്പോഴേക്കും പിന്നെയും 15,442 കയറിയിട്ടുണ്ട്. 2024 ജാനുവരിയിലും നമുക്ക് 14,293 വാഹനങ്ങളുടെ സെയിൽ ഇതിന് ലഭിച്ചായിരുന്നു. 1,149 വാഹനങ്ങളുടെ വ്യത്യാസവും 8.04% ഗ്രോത്ത് റേറ്റുമാണ് ഇതിന് വന്നിരിക്കുന്നത്. എഗെയിൻ നമുക്കങ്ങനെ വലിയൊരു ഗ്രോത്ത് പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ്. ബട്ട് സ്റ്റിൽ ഗ്രോത്ത് ഉണ്ട് എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇത്രയും വലിയ വിലയുള്ളതും അതുപോലെ സൈസുള്ളതും വണ്ടി 15,000 വിൽക്കുന്നു എന്ന് പറയുന്നതും നല്ലൊരു കാര്യം തന്നെയാണ്. അത് നമ്മൾ മഹീന്ദ്രയ്ക്ക് കൊടുക്കണം. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം 15,784 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സെയിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ സെയിൽ ഇത്രയും കയറി പോകാറില്ല. നോർമൽ കേസിൽ ഒരു 12,000 അല്ലെങ്കിൽ 10,000 ആ റേഞ്ചിന് ഇടയിലൊക്കെയാണ് വരാറുള്ളത്. ഇതിപ്പോൾ ബ്രസ അതുപോലെ ഫ്രോങ്സ് ഈ പറഞ്ഞ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്താണ് കഴിഞ്ഞ മാസം നമ്മുടെ ഗ്രാൻഡ് വിറ്റാര കയറിയിരിക്കുന്നത്. സാധാരണ ഇതിനേക്കാളൊക്കെ താഴത്തായിരുന്നു ഗ്രാൻഡ് വിറ്റാര സെയിൽസിൻ്റെ കാര്യത്തിൽ വരുത്താറുള്ളത്. സോ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 2024 ജാനുവരിയിൽ 13,438 വാഹനങ്ങളുടെ സെയിലും ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 2,346 വാഹനങ്ങളുടെ വ്യത്യാസവും 17.46% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ചിരിക്കുന്ന വണ്ടി ഗ്രാൻഡ് വിറ്റാരയാണ് എന്ന് പറയാം. ഇനിയും ഇതുപോലെ തന്നെ സെയിൽ കണ്ടിന്യൂ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി നമ്മുടെ അടുത്തായിട്ട് 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ പഞ്ചാണ്. നേരത്തെ നെക്സോണിൻ്റെ സെയിൽസ് നെക്സോൺ പഞ്ച് ഡ്രോപ്പ് ചെയ്തതായിട്ട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ 2nd പൊസിഷനിൽ പഞ്ച് നിൽപ്പുണ്ട്. ചില മാസങ്ങളിലൊക്കെ പഞ്ച് നമ്പർ 1 ആവാറുണ്ടായിരുന്നു. ഇൻഫാക്ട് കഴിഞ്ഞ വർഷത്തിൽ 2-3 മാസങ്ങളിലൊക്കെ പഞ്ചാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടിയായത്. അതുപോലെ 2024 ഫുൾ കണക്കെടുക്കുകയാണെങ്കിൽ പഞ്ചായിരുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ വാഹനം. എനിവേ കഴിഞ്ഞ മാസം 16,231 വാഹനങ്ങളുടെ സെയിലാണ് പഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. 2024 ജാനുവരിയിൽ 17,978 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 1,747 വാഹനങ്ങളുടെ വ്യത്യാസവും 9.72% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എഗെയിൻ നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം കൂടിയാണ് പഞ്ച്. പക്ഷേ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. 16,000 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം സെയിലല്ല. കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ്ങിൽ അതുപോലെ കഴിഞ്ഞ വർഷം മിക്ക മാസങ്ങളിലും 16,000 to 18,000 ഇടയിൽ അതിന് സെയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ 16,000 ഇത്തിരി കുറവല്ലേ എന്ന് തോന്നുന്നത്. ഇനി അടുത്ത നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. ഇതിന് കഴിഞ്ഞ മാസം 18,522 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. ശരിക്കും റെക്കോർഡ് സെയിലാണെന്ന് തന്നെ പറയാം. ഈ വണ്ടിയുടെ പ്രൈസും സൈസും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇലക്ട്രിക്കും കൂടെ വന്നു എന്നുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഇത്രയും സെയിൽ വന്നിരിക്കുന്നത്. 2024 ജാനുവരിയിൽ 13,212 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഡിഫറൻസ് വന്നിരിക്കുന്ന 5,310 വാഹനങ്ങളുടെയും ഗ്രോത്ത് പെർസെൻറ്റേജ് 40.19% ആണ്. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ 3x കഴിഞ്ഞ പിന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം കൂടിയാണ് ക്രെറ്റ. എന്തായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 SUVസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാം ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.